ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളിയായിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഉണക്കലരിയും ചൊവ്വരയും കൂടെ ചേർത്താണ് കേട്ടോ ഈ പായസം തയ്യാറാക്കിയെടുത്തത്. നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. പായസം തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം ഞാൻ ഒരു അരക്കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒരു 3-4 പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഞാനിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 3 വിസിലടുപ്പിച്ചെടുക്കുക കേട്ടോ. അടച്ചു വെച്ച് ഒരു 3 വിസിലടുപ്പിച്ചെടുക്കുക. ഒരു കുക്കറിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി പഞ്ചസാരയൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. പഞ്ചസാര എല്ലാം ഇവിടെ ക്യാരമൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തു. ഇനി ഈ പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് അരക്കപ്പ് ചൊവ്വരയും കൂടെ ചേർത്ത് കൊടുത്തു. ചൊവ്വരി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചൊവ്വരിയുടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തു. പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ചെടുത്ത ചോറും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ഉടച്ചെടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഉണക്കലരിയും ചൊവ്വരയും കൂടെ നമ്മുടെ സാബുനരി എന്നൊക്കെ പറയുന്നതും കൂടെ ചേർത്ത് കൊടുത്ത് തയ്യാറാക്കിയ നല്ലൊരു അടിപൊളി പായസമാണ്. ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ് കേട്ടോ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.